ഈ അടുത്ത് ലോ ബഡ്ജറ്റിൽ വന്ന് വൻ തരംഗം സൃഷ്ടിച്ച സിനിമകൾ. തേർഡ് പ്ലേസിൽ ഇരുമുടി. 2023 വാൾട്ടർ വീരയ്യ എന്ന സിനിമയ്ക്ക് ശേഷം 6ഓളം പരാജയ ചിത്രങ്ങൾക്ക് ശേഷം രവി തേജയ്ക്ക് കിട്ടിയ ഒരു ഹിറ്റ് ചിത്രമാണ് ഇരുമുടി. ഏകദേശം 40 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ചിത്രം 7 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്തത് 100 കോടിയോളം. സെക്കൻഡ് പ്ലേസിൽ തമിഴ് സിനിമയെ ഇന്ത്യൻ സിനിമയുടെ മുന്നിൽ എടുത്തു കാണിക്കാൻ പോകുന്ന സംവിധായകൻ എന്ന് പേരെടുത്ത സംവിധായകനാണ് ലോകേഷ് കനകരാജ്. സംവിധായകർക്ക് വേണ്ടി മാത്രം ജനങ്ങൾ തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തുന്നുണ്ടെങ്കിൽ ആ ലിസ്റ്റിലെ ഒന്നാമനായിരുന്നു ഒരു കാലത്ത് ലോകേഷ് കനകരാജ്. എന്നാൽ ഒരു സിനിമ അദ്ദേഹത്തിന് നേടിക്കൊടുത്ത വിമർശനങ്ങൾക്ക് കയ്യും കണക്കുമില്ല. എന്നാൽ ഈ വിമർശനങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നു, സംവിധായകനായല്ല നായകനായി, അതും ഒരു 1.5 നായക വേഷം. ഫസ്റ്റ് പ്ലേസിൽ പരാജയം എന്തെന്നറിയാത്ത സംവിധായകൻ ഗിരീഷ് ഏടിയുടെ സംവിധാനത്തിൽ ഓണം റിലീസായി ഒരു കുടുംബ ചിത്രം എത്തുന്നു. ഹിറ്റ് സംവിധായകനും ഹിറ്റ് നായകനും ഒന്നിച്ചപ്പോൾ പ്രേക്ഷകർക്ക് കിട്ടിയത് മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ. 23 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ബദ്ലഹേം കുടുംബ യൂണിറ്റ് 110 കോടിയും കടന്ന് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. നിന്നെ തന്നെയാണല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വെടിവെച്ച പൊട്ടാതെ കാര്യം പറയാൻ ഈ കുലിക്ക്